ചെറിയ കാഴ്ചമങ്ങളുണ്ടായിരുന്നു. അപ്പം ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞത് അത് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് അങ്ങനെ കാഴ്ചമംഗൽ സംഭവിച്ചാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളെ തുള്ളി മരുന്നൊക്കെ ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇടത് കണ്ണിൽ മാത്രം ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ബ്ലറൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ലൈറ്റ് ഒക്കെ കാണുമ്പോൾ എന്താ പറയുക, കണ്ടിന്യൂ ആയിട്ട് മിന്നുന്ന രീതിയിലേക്ക് കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴൊക്കെ ബ്ലർ പോലെയൊക്കെ കാണുന്നുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതര ചികിത്സാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഭീമാപള്ളി സ്വദേശിനിക്കാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു ചികിത്സാ പിഴവ് നേരിടേണ്ടി വന്നത്. അപ്പോൾ ഈ ഭീമാപള്ളി സ്വദേശിനിയുടെ മകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദീകരണം മലയാളി വാർത്തയോട് പങ്കുവയ്ക്കുന്നുണ്ട്. ശരിക്കും അമ്മയ്ക്ക് എന്താണ് ഈ ആശുപത്രി നേരിട്ടത്? എന്തായിരുന്നു? അമ്മയ്ക്ക് ഇടത് കണ്ണിനായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. ചെറിയ കാഴ്ചമങ്ങളുണ്ടായിരുന്നു. അപ്പം ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞത് അത് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് അങ്ങനെ കാഴ്ചമംഗൽ സംഭവിച്ചാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളെ തുള്ളി മരുന്നൊക്കെ ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇടത് കണ്ണിൽ മാത്രം ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒഴിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് തന്നത്. ഇന്നലെ നമ്മൾ എന്താ പറയുക, ഡ്രസ്സെല്ലാം മാറി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അതിനുശേഷം വാർഡിലോട്ട് എടുത്തപ്പോഴാണ് ഇടത് കണ്ണിന് പകരം വലത് കണ്ണിലാണ് എടുത്തെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പം ഈ കാര്യം ഞാൻ ഡോക്ടർക്ക് അപ്പം തന്നെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അതായത് ഈ മരുന്നെന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നായിരുന്നു. ഏകദേശം 9-10 രൂപ ഒക്കെ വില വരുന്ന മരുന്നായിരുന്നു. ഞങ്ങളാണ് മേടിച്ചു കൊടുത്തത്. അപ്പം ഈ ഇഞ്ചക്ഷനാണ് ഈ ചുവപ്പ് കാരണം ഈ കണ്ണിൽ എടുത്തത്. ഇനിയിപ്പം 12-ാം തീയതി വീണ്ടും ഡയറക്ടറെ കണ്ടിട്ട് ഇടത് കണ്ണിൽ ട്രീറ്റ്മെന്റ് തുടങ്ങാനുള്ള ഒരു സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് കണ്ണിന്, അതായത് വലത് കണ്ണിന് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ബ്ലറൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ലൈറ്റ് ഒക്കെ കാണുമ്പോൾ എന്താ പറയാ, കണ്ടിന്യൂ ആയിട്ട് മിന്നുന്ന രീതിയിലേക്ക് കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴൊക്കെ ബ്ലർ പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ചെറിയ പെയിനും ഉണ്ട്. എന്തായാലും 2-3 ദിവസത്തിനകത്ത്, മാക്സിമം ഒരാഴ്ചക്കകത്ത് ഇത് അലിഞ്ഞു പോകുന്നതാണ് ഡോക്ടർമാർ പറയുന്നത്, ഇവിടെ ഡയറക്റ്റ് പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കിയുള്ള എന്താ പറയാ ഭവിഷ്യത്ത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു തോന്നുന്നു. എന്തായാലും നോക്കാം. അപ്പൊ ഈ ഡോക്ടറെ കാണാൻ വന്നപ്പോ, ഈ ട്രീറ്റ്മെന്റിന് വന്നപ്പോ കറക്റ്റ് പറഞ്ഞു കൊടുത്തില്ലേ ഇന്ന കണ്ണിലാണ് വേദന എന്ന് പറഞ്ഞു കൊടുത്തതായിരുന്നു? ഇവരെല്ലാം അതായത് ഇടത് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടി മരുന്നൊക്കെ തന്നതാണ്. നമ്മുടെ ആന്റി ബാക്ടീരിയലോ ആന്റി ഇൻഫെക്ഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്ന് ഇടത് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടി തന്നായിരുന്നു. ഓൾറെഡി അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് അവര് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പം സംഭവിച്ച പിഴവാണിത്. ഒരു ഡോക്ടർക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല. അതും മെയിനായിട്ടുള്ള ഒരു കണ്ണിലൊക്കെയാണ്. കണ്ണിനൊക്കെ ചിലപ്പം ഇനിയിപ്പോൾ ഭാവിയിൽ വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ചിനെ ബാധിക്കും. ഓക്കെ. ഈ ഡോക്ടറെ അടുത്ത് ഈ കണ്ണ് മാറിപ്പോയി അല്ലെങ്കിൽ ചികിത്സ മാറിപ്പോയി ഡോക്ടറോട് ഡയറക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് അപ്പോഴാണ് ഈ ഡോക്ടർ പറഞ്ഞത് അത് വലത് കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ കണ്ണിൽ എടുത്തത്. അഥവാ വലത് കണ്ണിൽ ഇങ്ങനെ ഒരു ചോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തുള്ളി മരുന്നോ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷമല്ലേ നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റ് നോക്കുകയുള്ളൂ. അത് മാറിയില്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് നോക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് സംഭവിച്ച ഗുരുതര പിഴവ് തന്നെയാണത്. അപ്പോൾ നിങ്ങളിത് പരാതിപ്പെട്ടോ? അതായത് ഈ വകുപ്പ് മന്ത്രിമാര് അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒരു പരാതി, ആ രീതിക്ക് നിങ്ങൾ പോയോ? അതെ. ഇന്നലെ തന്നെ ഞാൻ മാക്സിമം മന്ത്രിമാർക്കും ഹെൽത്ത് മിനിസ്റ്റർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, DMO, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഒക്കെ എല്ലാം മെയിൽ പരാതി ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു, സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയി, ഇന്നലെ തന്നെ 112 വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയി കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പക്ഷെ അവരെ പരിധി അല്ലാത്തതുകൊണ്ട് അത് വഞ്ചിയൂർ സ്റ്റേഷനിലോട്ട് കൈമാറിയിട്ടുണ്ട്. ഓക്കെ. മാത്രമല്ല ഇനി എന്തെങ്കിലും രീതിയിലുള്ള, അതായത് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റെന്തെങ്കിലും ഒരു നീക്കം നിങ്ങൾ നടത്തുന്നുണ്ടോ? എന്തെങ്കിലും മറ്റു രീതിയിൽ? അല്ല, എന്തായാലും നിയമ പോരാട്ടം തുടരുക തന്നെയും. കാരണം ഇത് സംഭവിച്ചത് വലിയൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ച് നമുക്ക് ഇപ്പം ഒരു ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചു. അതിന് ബദലായിട്ട് നമുക്ക് സൗജന്യ ചികിത്സ ഒരുക്കാനുള്ള ഒരു അപേക്ഷ എന്തായാലും കൊടുക്കുന്നുണ്ട്. ആശുപത്രി അധികൃതർ അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പൊ ഡോക്ടർ അല്ലാതെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു ഈ ഒരു സംഭവത്തിൽ? ഇല്ല, അവർ അതിനുശേഷം വലുതായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ അവിടെ പോയപ്പോഴാണ് അവർ പറയുന്നത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവർ വന്ന് നോക്കിയാൽ ഇതിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കുക ചെയ്തിട്ടില്ല. ഡോക്ടർമാർ മാത്രം ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വാർഡിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി അതിലൊന്നും വന്നിട്ടില്ല. എന്നായിരുന്നു ഓപ്പറേഷനും ഈ ചികിത്സയൊക്കെ ശരിക്കും എന്നായിരുന്നു തുടങ്ങിയത്? ചികിത്സ തുടങ്ങിയത് ഏകദേശം 1 മാസത്തോളമായിരുന്നു സ്റ്റാർട്ടിങ്. അതായത് മെനിഞ്ഞാന്നാണ് നമ്മൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ട് ഇന്നലെ ഇഞ്ചക്ഷൻ വെക്കാനുള്ള ഡേറ്റ് പറഞ്ഞു. ഇന്നലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്തു. ആ, ഒരുപാട് കാലമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്? അത് പെട്ടെന്ന് വന്നായിരുന്നു? ഇല്ല, അവർ അതിനുശേഷം വലുതായിട്ട് പ്രതികരിക്കുക ചെയ്തിട്ടില്ല. ഡോക്ടർമാർ മാത്രം ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വാർഡിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി അതിലൊന്നും വന്നിട്ടില്ല.
ഇത് എനിക്ക് തോന്നുന്നു ഈ അവര് ഡോക്ടർമാർക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലഡ് പ്രഷർ കൂടി അങ്ങനെ സംഭവിച്ച തകരാറെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഈ ചികിത്സയ്ക്കിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ അതോ ഇത് ഇല്ല അതിന് ചികിത്സയുടെ ഭാഗമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു പിഴവ് തന്നെയാണ് മെയിനായിട്ട്. അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് ഇപ്പോ അല്ലേ? നിയമ പോരാട്ടം, അതായത് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തുടർ ചികിത്സ എന്തായാലും 12-ാം തീയതി ഇവിടെ വരേണ്ടതുണ്ട്. ഡയറക്ടർ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ കൂടെ സൂപ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം 12-ാം തീയതി അവരെ ഡയറക്ടർ പോയി കാണാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 12-ാം തീയതി ഇങ്ങോട്ട് വരും. അല്ല, ചികിത്സ വ്യത്യാസമുണ്ടോ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവരെന്തായാലും 12-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരെ സസ്പെൻഡ് ചെയ്തത്. അവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ചെയ്തത് ഗുരുതര പിഴവ് തന്നെയാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, അതായത് ഈ ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെയാണ് ഈ ഒരു പിഴവ് ഉണ്ടായിരുന്നത്. അത് ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എനിക്ക് ഒന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ടോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലോട്ടോ മാറ്റാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിച്ചതിന് ശേഷം അതിനുള്ള നീക്കം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നമ്മുടെ അടുത്തുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു തീരുമാനം എടുക്കും. 12-ാം തീയതിക്ക് മുമ്പായിട്ട് എടുക്കും. അല്ല, അതിനു വേണ്ടിയാണ് 12-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന 12-ാം തീയതി ഡയറക്ടർ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചെക്കപ്പിന് വന്നപ്പോൾ എന്തായിരുന്നു ഡോക്ടർമാരുടെ പ്രതികരണം? എന്ത് പറഞ്ഞു അവര്? അല്ല, ഇന്ന് ചെക്കപ്പിന് വേണ്ടി വന്നിട്ടില്ല. അവിടെ നഴ്സുമാർ മാത്രം വന്നു പോയെന്നല്ലാതെ ഡോക്ടർമാർ വന്നിട്ടില്ല. അതെ, പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു, കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവർ വന്ന് മൊഴിയൊക്കെ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. എന്തായാലും ഈ സ്വീകരിച്ച നടപടിയിൽ തൃപ്തി ഉണ്ടോ? അതായത് സസ്പെൻഡ് ചെയ്യുക എന്ന നടപടി അത് തൃപ്തികരമാണോ നിങ്ങൾക്ക്? അത് തൃപ്തികരമാണെന്ന് ചോദിച്ചാൽ അല്ല, അത് കൂടുതൽ നടപടിയിലോട്ട് പോകണം. കാരണം ഒരു ഡോക്ടർക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുപോലെ അയാളൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് ഗുരുതര കൃത്യവിലോപം തന്നെയാണ്. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഷോപ്പിലാണ്. അമ്മ ഹൗസ് വൈഫാണ്. തീർച്ചയായിട്ടും ആ 59-കാരിയുടെ, അതായത് ചികിത്സാ പിഴവ് നേരിട്ട 59-കാരിയുടെ മകൻ മാജിദാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു ചികിത്സാ പിഴവാണ് ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇടത് കണ്ണിന്റെ ചികിത്സയ്ക്ക് വരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ വലത് കണ്ണിലേക്ക് ആ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാണ് മകൻ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല അവർക്കൊരു ഇനി എങ്ങനെയായിരിക്കും ചികിത്സ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക അവരിപ്പോ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ നീക്കുക എന്ന തരത്തിലുള്ള ആവശ്യമൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണാശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജീഷിനെയാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു നടപടി എന്നതിലുപരി ഒരു നിയമ പോരാട്ടം എന്ന രീതിയിലേക്ക് കടക്കണം എന്നാണ് ഈ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രിയിലെ ഡോക്ടർമാരെയൊക്കെ ആശ്രയിച്ച് ഒരു ചികിത്സയ്ക്ക് വേണ്ടി എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ആശങ്കാജനകം തന്നെയാണ്. അത്തരത്തിലൊരു ദുരനുഭവം ഒരു വ്യക്തി നേരിടുമ്പോൾ അതിന് വേണ്ട രീതിയിൽ സർക്കാർ ഒരു നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം എന്തൊക്കെയാണ്, എന്തായാലും സസ്പെൻഡ് ചെയ്തു എന്നതിലുപരി ആ ഒരു ദുരനുഭവം നേരിട്ട് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുക, അതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്, അവരുടെ നിയമ പോരാട്ടം ഏത് രീതിയിൽ പോകും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.